തെക്കുവടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി നാട്ടിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ കോൺട്രവേഴ്സ്യലായ SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന വോട്ടർ പട്ടിക പുതുക്കലിനെ കുറിച്ചാണ്. ആദ്യമായി സുപ്രീം കോടതി ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ ലീഡർഷിപ്പിനെ ഒരു തരത്തിൽ പറഞ്ഞാൽ സംശയത്തിൻ്റെ നിലയിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. അതിന് കാരണം ഇതുവരെ ഒരു സുപ്രീം കോടതിയും ജഡ്ജിമാരെ അവരുടെ സുപ്രീം കോടതി അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇലക്ഷൻ പ്രിപ്പയർനെസ്സിനെ ഓവർസീ ചെയ്യാൻ വേണ്ടി ഒരു ജഡ്ജിമാരെയും റിട്ടയർഡും ഇപ്പോൾ സർവീസിലുള്ള ജഡ്ജിമാരെയും നിയമിച്ചിട്ടില്ല. ആദ്യമായി സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു നിയമനം ബംഗാളിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടി വന്നിരിക്കുന്നു. അതിന് കാരണം അവർ പറയുന്നത് ഒരു അൺഫോർച്ചുനേറ്റ് സിറ്റുവേഷൻ ആണ്, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇടപെടുകയാണ് എന്ന് പറയുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞത് ഒരു സെമി കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ജുഡീഷ്യറി പോലെ ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് ഇങ്ങനൊരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ രാജ്യത്തിൻ്റെ 75-76 വർഷത്തെ ഹിസ്റ്ററിയിൽ ഇതുവരെ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പ്രതിപക്ഷ നേതാക്കൾ പറയുന്ന അവർക്ക് ഇവർ സർക്കാരിൻ്റെ പിണിയാളുകളാണ് എന്നുള്ള ഒരു വാസ്തവത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ സർ? തീർച്ചയായും ഞാൻ യോജിക്കുന്നു. കാരണം ഇത് ചരിത്ര പ്രാധാന്യമുള്ള ഒരു കോടതി വിധിയാണ്. ഇത് വലിയ ആശ്വാസം തരുന്ന, ജനാധിപത്യവാദികൾക്ക് വലിയ ആശ്വാസം തരുന്ന ഒരു വിധിയാണ്. ഇതിന്റെ ഈ ചെറിയ വെളിച്ചത്തിലൂടെ, ഈ ജാലകത്തിലൂടെ എങ്ങനെ ജനാധിപത്യത്തിന് പിടിച്ചു കയറി നമ്മളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ജനാധിപത്യത്തെ വീണ്ടെടുക്കാൻ കഴിയുമെന്നുള്ള ചെറിയ നേരിയ പ്രതീക്ഷ തരുന്നതാണ്. കാരണം താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ആദ്യമായി മൂക്ക് കയറിടുന്നു ഒരു സ്വതന്ത്ര സ്ഥാപനമായി ഭരണഘടന വിഭാവന ചെയ്ത, ഇതുവരെ വളരെ കാലം 10 വർഷം മുമ്പ് വരെ അതിന് സാമാന്യേന ജനങ്ങളുടെ അത്തരത്തിലുള്ള ഒരു അംഗീകാരം ഉണ്ടായിരുന്ന ഇലക്ഷൻ കമ്മീഷനെ ഒരു ജുഡീഷ്യൽ സൂപ്പർവിഷൻ വേണ്ടി വരുന്നു എന്ന സ്ഥിതി, അത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ തകർച്ചയുടെ ഏറ്റവും നല്ല തെളിവാണ്. ലോകത്തിന് മുഴുവൻ തിരിച്ചറിയുന്ന തെളിവാണ്. സ്വതന്ത്രമെന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷനിൽ ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിശ്വാസം നഷ്ടപ്പെടുന്നു എന്നുള്ളത് ലോകത്തോട് വിളിച്ചു പറയലാണ്. കാരണം ഇതിനെ താങ്കൾ ഇന്നത്തെ വാർത്തകൾ കാണുകയാണെങ്കിൽ, ഇന്നലെ ഉണ്ടായ അമേരിക്കൻ സുപ്രീം കോടതി വിധി ടാരിഫിനെതിരായ വിധി, അതായത് അത് ട്രംപിന്റെ ആളുകളെ കൊണ്ട് നിറച്ചിട്ടും 3-4 പേർ ട്രംപിനെ അനുകൂലിക്കുന്നവർ ഉണ്ടായിട്ടും ട്രംപിന്റെ ആഗോള ടാരിഫ് യുദ്ധം തെറ്റാണെന്ന് പറയാൻ കഴിഞ്ഞ അമേരിക്കൻ നീതിന്യായ വ്യവസ്ഥയെ ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ ഒരു ആശ്വാസത്തിന്റെ ഒരു നാളമാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി ഇന്നലെ ബംഗാൾ SIRന്റെ കാര്യത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് എങ്ങനെ പ്രായോഗികമായി നടത്താൻ കഴിയും, എങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിന്റെ എക്സിക്യൂട്ടീവിന് എങ്ങനെയാണ് അതിനെ കാണാൻ പോകുന്നത്, അതിനെതിരായ അപ്പീൽ സാധ്യതകളുണ്ടോ, അങ്ങനെ നടത്തുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ സഹകരിക്കുമോ, കേന്ദ്ര സേനകളെ വിന്യസിക്കുമോ, അതിനെ എങ്ങനെയാണ് മമതാ ബാനർജിയും ബംഗാളിലെ തെരഞ്ഞെടുപ്പിലെ മറ്റ് രാഷ്ട്രീയ കക്ഷികളും ഉപയോഗിക്കാൻ പോകുന്നത് എന്നതൊക്കെ നിർണായകമാണ്. കാശ്മീരിന്റെ കാര്യത്തിൽ പോലും, കാശ്മീരിൽ നമുക്കറിയാം നിരവധി റിഗ്ഡ് ഇലക്ഷൻസിന്റെ ഒരു ചരിത്രമാണ്. 80-കൾക്ക് ശേഷം, 85-കൾക്ക് ശേഷം അപൂർവം തെരഞ്ഞെടുപ്പുകളെ കാശ്മീരിൽ റിഗ്ഡ് അല്ലാത്തതുള്ളൂ. ഞാൻ നോർത്ത് ഈസ്റ്റിൽ റിഗ്ഡ് ആയിട്ടുള്ള ഇലക്ഷൻസ് കവർ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോ അങ്ങനെയുള്ള ഘട്ടത്തിൽ പോലും ഇടപെടാത്ത, ഏറ്റവും ഒടുവിൽ ബീഹാറിന്റെ കാര്യത്തിൽ തലേന്നെങ്കിലും ഒരു ആശ്വാസ വിധി പുറപ്പെടുവിക്കാൻ വിസമ്മതിച്ച സുപ്രീം കോടതി ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് ഇന്ത്യയിൽ ആകമാനമുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക്
വലിയ വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതെങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരിച്ച് അതിന്റെ ജനാധിപത്യ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ ഒരു കാര്യമാണ്. കാരണം ഇന്നലെ അവസാനിച്ചു ചെറിയാൻ ഫസ്റ്റ് റൗണ്ട് സ്പെഷ്യൽ SIR ഇന്നലെ അവസാനിച്ചു. ഞാൻ താങ്കൾക്ക് അറിയുമോ എന്ന് അറിഞ്ഞൂടാ, കേരളത്തിൽ 2,80,000-ഓളം പേർ പുറത്താക്കപ്പെട്ടിരിക്കുകയാണ്. അത് കേരളത്തിലെ മലയാളി എങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് എവിടെയെല്ലാമാണ് പുറത്താക്കപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി പഠനമില്ല. BJPക്ക് ജയിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു SIR ആണോ കേരളത്തിൽ ഇതിനകം നടന്നത് എന്നുള്ളതിനെ കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ മിണ്ടിയിട്ടില്ല. 2,00,000 ചില്ലാനും എന്ന് പറയുന്നത് ചെറിയ വോട്ടല്ല. 1,000-2,000 വോട്ടുകൾക്ക് അസംബ്ലി മണ്ഡലങ്ങൾ വിജയിക്കുന്നിടത്ത് കൃത്യമായി BJPക്ക് ജയിക്കാൻ വേണ്ട മണ്ഡലങ്ങളിൽ ഒഴിവാക്കലും കൂട്ടിച്ചേർക്കലും നടന്നിട്ടുണ്ടോ എന്ന് CPM-ഓ കോൺഗ്രസോ ഇതുവരെ പരിശോധിച്ചിട്ടില്ല. ഇതിന്റെ യാഥാർത്ഥ്യം താങ്കൾ അവിടെയാണ് നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഞാൻ മനസ്സിലാക്കത്തോളം BJP വളരെ കൃത്യമായി ബിഗ് ഡേറ്റ ടെക്നോളജി ഉപയോഗിച്ച് എല്ലാ സംസ്ഥാനത്തെയും രാഷ്ട്രീയമായ മാപ്പിംഗ് ശരിക്കും നടത്തുന്നുണ്ട്. കോൺഗ്രസ് അത് കുറച്ച് ശ്രമിച്ചു എന്ന് എനിക്കറിയാം, ദേശീയമായി. പക്ഷെ അവർക്ക് അതിനുള്ള ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ഇല്ലാതെ പോയി. അങ്ങനെയാണ് പ്രവീൺ ചക്രവർത്തിയുടെ പോഡ്കാസ്റ്റുകൾ പലതും ഫലം കാണാതെ പോയത്. അതായത് നിങ്ങൾക്ക് ഈ ഇലക്ഷൻ ഡേറ്റയൊക്കെ ഉണ്ടെങ്കിലും താഴെത്തട്ടിൽ നിന്നുള്ള, അതായത് ബൂത്ത് ലെവലിൽ നിന്നുള്ള ഫീഡ്ബാക്കുകൾ ആവശ്യമാണ് ഇതിനൊക്കെ. ഇത് ഇപ്പോൾ ഉള്ളത് BJPക്ക് മാത്രമാണ്. അത് അവർ RSSന്റെ നെറ്റ്വർക്കും BJPയുടെ നെറ്റ്വർക്കും ഒക്കെ ഉപയോഗിച്ച് അവർ അത് വേണ്ട ഫീഡ്ബാക്കുകൾ, താങ്കൾ പറഞ്ഞ പോലെ 2,000 പേരെ കേരളത്തിലെ ഒരു തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് ഒഴിവാക്കി 5,000 പേരെ ഒഴിവാക്കി. അത് ആരൊക്കെയാണ് വേണ്ടതെന്ന് അവർക്ക് കൃത്യമായി അറിയാം. അത് CPM-നോ കോൺഗ്രസിനോ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് നമ്മളുടെ പ്രതിപക്ഷ കക്ഷികളുടെ പരാജയം. ഇത് തന്നെയാണ് ബീഹാറിലും ഒക്കെ നടന്നത്. പക്ഷെ ഇത് തടയിടാനുള്ള ഒരു എഫേർട്ടാണ് കൽക്കട്ടയിൽ, അല്ലെങ്കിൽ ബംഗാളിൽ മമതാ ബാനർജിയും സംഘവും ചെയ്യുന്നത്. അതിനൊരു കാരണം താങ്കൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്താണ്, ഇന്ത്യ പ്രശാന്ത് കിഷോറിന്റെ പഴയ ഓർഗനൈസേഷനിലെ മിസ്റ്റർ ജെയിൻ്റെ വീട്ടിൽ പോയി ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു. അവരാണ് സാധാരണ രീതിയിൽ BJPയെ കൊണ്ട് ഇത് ആദ്യം ചെയ്യിപ്പിച്ചത്. 2014 പ്രശാന്ത് കിഷോർ BJPയുടെ കൂടെ ആയിരുന്നല്ലോ. 2019 അല്ലെങ്കിൽ കഴിഞ്ഞ ഇലക്ഷനിൽ 2021 ഇലക്ഷനിൽ DMKക്കും തൃണമൂലിനും വേണ്ടി പ്രശാന്ത് കിഷോർ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഇതേ ടെക്നോളജി, അതായത് ഇതേ അനാലിസിസുകൾ പ്രശാന്ത് കിഷോർ അവരുടെ അനലൈസ് ചെയ്ത് ഈ 2 പാർട്ടികൾക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ കേട്ടത് മമതാ ബാനർജി അവരുടെ ബാക്കിയുള്ള സംഘടനയും, അതായത് പ്രശാന്ത് കിഷോറിന്റെ പഴയ സംഘടനയും TMCയിൽ തന്നെ ഒരു ഗ്രൂപ്പ് അവരുണ്ടാക്കിയിട്ടുണ്ട്, ITV-ന്. അതുപോലെ തന്നെ DMKയും ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ ഇവരുമായി സഹകരിച്ച് വേണ്ട ഈ ഡെലീഷൻസ് അല്ലെങ്കിൽ അഡീഷൻസിനെ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് മമതാ ബാനർജി സുപ്രീം കോടതിയിൽ വരെ വന്ന് ഇതൊരു ഇഷ്യൂ ആക്കിയത്. ആ ഒരു അറിവ് അവർക്കുണ്ട്. തമിഴ്നാട്ടിൽ ഇതുപോലെ ഒരു ഭീകരമായ ഒരു ഇടപെടൽ EC അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. കേരളത്തിൽ താങ്കൾ പറഞ്ഞ പോലെ നമ്മളുടെ ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലെങ്കിൽ കോൺഗ്രസും ഇതിനെപ്പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് നമ്മൾ എന്റെ അനുഭവത്തിൽ ധാരണയില്ല. ഞാൻ ഒരിക്കൽ താങ്കളോട് ഇത് സംസാരിച്ചതാണ്. കാരണം എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് ജയിച്ചത്? തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള BJP അനുഭാവികളെ കൂട്ടമായി അവിടുത്തെ ഇലക്ടറൽ റോൾസിൽ സമർത്ഥമായി ചേർത്തുകൊണ്ടാണ് ആ തിരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന് ഇന്നെങ്കിലും ഇവർക്കറിയേണ്ടതാണ്. അതിന്റെ പിന്നിലത്തെ അതിന്റെ പുറകിലെ ഒരു വലിയ വിരോധാഭാസം, ഈ ചേർക്കലും മറ്റും
കൈകാര്യം ചെയ്തിരുന്നത് NGO യൂണിയൻ എന്ന CPM-ന്റെ സംസ്ഥാന ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയും ജോയിന്റ് കൗൺസിൽ എന്ന CPI-യുടെ സംഘടനയും കോൺഗ്രസിന്റെ NGO സംഘടനയുടെയും ആളുകളാണ് ഇത്. അല്ലാതെ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ടല്ല, PMS-ൽ നിന്ന് ആളെ ഇരുത്തിയിട്ടല്ല. അപ്പോൾ തൃശ്ശൂരിൽ ഇത് വളരെ സമർത്ഥമായി, വളരെ പരിപാടിയിട്ട് മാസങ്ങൾ എടുത്ത് നടത്തിയപ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടിക്കും ഇത്ര വലിയ ഉദ്യോഗസ്ഥരുടെ ഇടയിൽ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടിക്കും അത് കണ്ടെത്താനോ അല്ലെങ്കിൽ അവർക്ക് പാർട്ടിയോട് പറയാനോ ഇതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കോട്ടയത്ത് നിന്നും വർക്കലയിൽ നിന്നും ആളുകൾ ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സഖാവേ, നിങ്ങളുടെ പാർട്ടിക്ക് എന്ന് പറയാനുള്ള രാഷ്ട്രീയവും ഈ സംഘടനകൾക്ക് ഉണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയവും കോൺഗ്രസിനും CPM-നും ഉണ്ടായില്ല. അത് തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ കേരളത്തിൽ BJP ഒന്നിലേറെ സീറ്റുകൾ നേടും. കാരണം ഈ 2 ലക്ഷം ആളുകൾ, ഇനിയും സമയമുണ്ട്. കാരണം ഇനിയും നിങ്ങൾക്ക് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. ഇപ്പോഴെങ്കിലും കേരളത്തിലെ പാർട്ടികൾ അതിന് തുനിഞ്ഞിറങ്ങിയാൽ ജനാധിപത്യത്തിന് രക്ഷയുണ്ട്. കാരണം എനിക്ക് അവരുടെ മുൻഗണനയിൽ ഇതുണ്ടെന്ന് തോന്നുന്നില്ല ചെറിയാൻ. കേരളത്തിലെ ബീഹാറിൽ അത് മനസ്സിലാക്കാൻ താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിലാകുന്നില്ല. അവരുടെയൊക്കെ ഇതിനെ സമീപിക്കുന്ന പ്രസ്താവനകൾ മാത്രം കണ്ടാൽ മതി. പക്ഷെ ഇത് DMK ശരിക്കും ഇന്ത്യ അലയൻസിന്റെ ഒരു മെമ്പറാണ്. അവരെന്താണ് ചെയ്യുന്നത് എന്ന് കേരളത്തിലെ കോൺഗ്രസും CPM-ഉം രണ്ടുപേരും സഖ്യകക്ഷിയിലാണ് DMK-യുടെ തമിഴ്നാട്ടിൽ. എനിക്ക് തോന്നുന്നത് ഈ രണ്ട് പാർട്ടികളും DMK-യിൽ നിന്ന് പാഠങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെ ഈ അധിനിവേശത്തെ, ഇത് പറഞ്ഞാൽ ഈ BJP അധിനിവേശത്തെ നേരിടാം എന്നുള്ളത്. അത് ചെയ്തില്ലെങ്കിൽ കേരളത്തെ BJP-ക്ക് കൊടുക്കുന്നതിന്, താളത്തിൽ വെച്ച് കൊടുക്കുന്നതിന് തുല്യമായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ചെറിയാൻ DMK എന്താണ് ചെയ്യുന്നത് അവിടെ? വാസ്തവത്തിൽ എങ്ങനെയാണ് അവരുടെ രീതിശാസ്ത്രം? അവരെങ്ങനെയാണ് ഇത് കൈകാര്യം? കൃത്യമായി അവരുടെ ഈ BJP-ക്ക് ഇത് ഈ സംഗതികൾ പറഞ്ഞു കൊടുത്തത്, അവർക്കൊരു സിസ്റ്റം ഉണ്ടാക്കി കൊടുത്തത് പ്രശാന്ത് കിഷോറാണ്. അതായത് 2014 അതേ പ്രശാന്ത് കിഷോറിനെ DMK-യും TMC-യും വിവേകിച്ചു. അതേ ഇൻഫ്രാസ്ട്രക്ചർ, അതേ അനാലിസിസ് അവരുടെ കയ്യിലുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇപ്പം DMK-ക്ക് പ്രത്യേകിച്ച് ശ്രീ ത്യാഗരാജനെ പോലെയുള്ള ബാങ്കർ വളരെ അവരുടെ IT വിങ് ഹാൻഡിൽ ചെയ്യുന്ന അദ്ദേഹമാണ്. IT മിനിസ്റ്റർ തന്നെയാണ്. ഞാൻ അദ്ദേഹത്തെ പേഴ്സണലി അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് അറിയാം ചെയ്യുന്നതാണെന്ന്. അവർക്ക് താഴെത്തട്ടിൽ ബൂത്ത് ലെവലിലുള്ള ആൾക്കാരുമായി ഉള്ള സമ്പർക്കത്തിനുള്ള എല്ലാ ടെക്നോളജി സ്ട്രക്ചേഴ്സും അവർക്കുണ്ട് ഇപ്പോൾ. അപ്പൊ അത് അവിടെ എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടെങ്കിൽ, ഇല്ല 10 പേരെ താങ്കൾ പറഞ്ഞ പോലെ 1000 പേരെ കൂട്ടിച്ചേർത്തു എങ്കിൽ ഉടനെ അവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയാണ്. അതിനനുസരിച്ച് അവർ നീങ്ങുകയും ചെയ്യും. ഈ ഒരു സംഗതി കേരളത്തിൽ നമ്മളുടെ 2 വളരെ ബുദ്ധിശാലികളെന്ന് പറയുന്ന ഇടതുപക്ഷവും കോൺഗ്രസും വളരെ ഇഗ്നോറന്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോവാണ്. ഞാനത് കഴിഞ്ഞ ഇലക്ഷനിലെ എൻ്റെ നാട്ടുകാരനായ രമേശ് ചെന്നിത്തലയോട് പറയും, ചില സ്റ്റാറ്റിസ്റ്റിക്കുകളും ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു, ഇതാണ് നടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അത് കുഴപ്പമില്ല, ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇതാണ് റെസ്പോൺസ്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അസംബ്ലി തെരഞ്ഞെടുപ്പിലെങ്കിലും കേരളത്തിലെ മുഖ്യ പ്രതിപക്ഷ 2 മുന്നണികളും ഇതിൽ ഉണർന്നു പ്രവർത്തിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ ചെറിയാൻ? അതിൽ കൂടുതൽ എന്താണ് നമുക്ക് പ്രതീക്ഷിക്കുക? എല്ലാവരും ചെയ്തില്ലെങ്കിൽ അവരൊക്കെ എതിർക്കുന്ന BJP-ക്ക് കുറെ MLA-മാരെ കൊടുക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകേണ്ടി വരും. നന്ദി, നമസ്കാരം. വേറെ വിഷയം വീണ്ടും. താങ്ക് യു.